കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോലുള്ള രാഷ്ട്രീയ പ്രമുഖരും മതനേതാക്കന്മാർ, പ്രാസ്ഥാനിക നേതൃത്വം, വിദേശ പ്രതിനിധികളാണ്. ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ നിന്നുള്ള യഹിയ റോഡസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡോക്ടർ അഫീഫി അൽ അത്തീക്കി തുടങ്ങിയ ആളുകൾ. പാലക്കാട് ഉൾക്കൂട് തകർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ആർഎസ്എസിന്റെ അജണ്ടയാണെന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ പ്രചാരണ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. യുവതികളുടെ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്, വേറെ നടന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലെത്തി മുസ്ലിം വർഗീയ ചേരികളുടെ പിന്തുണയാണ്. അതിന് സംഘടന മുസ്ലിം വർഗീയ ചേരികളുടെ പിന്തുണയോടുകൂടി എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മൊത്തം വർഗീയവാദികൾ എന്ന് പറയുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ മുസ്ലിംകളിൽ വർഗീയവാദികൾ ഉണ്ട് എന്ന് പറയുകയാണോ? രണ്ടായിരുന്നാലും അങ്ങനെ ഞങ്ങൾ മാനവസഞ്ചാരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിന് ചേർന്നതല്ല. അല്ല, വർഗീയ ആരോപണങ്ങൾ ആരും നടത്തരുത്. അല്ല, വർഗീയത എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വർഗീയ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നത് അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ്.